+1 കെമിസ്ട്രി ചാപ്റ്റർ നമ്പർ 7 ഇക്വിലിബ്രിയം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനാണ് ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ. നമ്മൾ ഈ വീഡിയോസ് ചെയ്ത് തുടങ്ങിയത് മുതൽ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ഒരുപാട് ടോപ്പിക്കുകൾ സജസ്റ്റ് ചെയ്യുകയും അതിലേറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട ഒരു പോർഷൻ ആയിരുന്നു ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ. എന്താണ് ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ? 4 ആളുകളുടെ എഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്യുന്ന പോർഷനാണ് ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ. അതായത് എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ ഇക്വിലിബ്രിയം, effect of temperature on equilibrium, effect of pressure on equilibrium, effect of addition of inert gas on equilibrium. ഇങ്ങനെ 4 പോർഷൻസ് ആണ് ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതിൽ വരുന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരൊറ്റ നിയമമുണ്ട്, അത് ഞാനിവിടെ പറഞ്ഞുതരാം. ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിളിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നിയമം. മലയാളത്തിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറലാണല്ലോ കെമിക്കൽ റിയാക്ഷൻ. Sometimes products will be also converted back into reactants. അപ്പോൾ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്നതിനെ നമ്മൾ കെമിസ്ട്രിയിൽ ഫോർവേഡ് റിയാക്ഷൻ എന്നും പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്നതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നും പറയും. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഫോർവേഡ് നടക്കുമോ ബാക്ക്വേർഡ് നടക്കുമോ ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള നിയമം ഞാൻ പറയാം. ഞാൻ എന്ത് മാറ്റമാണോ വരുത്തുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് മാറ്റമാണ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പൊ ഞാൻ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഞാൻ കൂട്ടി. അപ്പൊ സിസ്റ്റം എന്തിനാണ് ശ്രമിക്കുക? ആ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഒന്ന് കുറക്കാൻ ശ്രമിക്കും. ഞാൻ എന്താണോ ചെയ്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് ബേസിക് ലൈൻ ഓഫ് ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ. നമുക്ക് ഓരോന്നിലേക്ക് കടന്നു നോക്കാം. ഒന്നാമത്തെ ആള് കോൺസെൻട്രേഷൻ ആണ്. എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കോൺസെൻട്രേഷൻ നമ്മുടെ കയ്യിൽ 2 പേരാണുള്ളത്. റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്നു, തിരിച്ച് പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആയി മാറുന്നു. ദിസ് ഈസ് കോൾഡ് ഫോർവേഡ് റിയാക്ഷൻ, ദിസ് ഈസ് കോൾഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഫോർവേഡ് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഫോർവേഡ് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്തായി മാറുന്നു? റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്നു. റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്നു എന്ന് പറയുമ്പോൾ റിയാക്ടന്റിന്റെ അളവ് കൂടുകയാണോ കുറയുകയാണോ? റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി മാറുമ്പോൾ റിയാക്ടന്റിന്റെ അളവ് കുറയുകയാണ്, പ്രൊഡക്റ്റിന്റെ അളവ് കൂടുകയാണ്. അതായത് ഒരു ഫോർവേഡ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ റിയാക്ടന്റിന്റെ അളവ് കുറയുകയും പ്രൊഡക്റ്റിന്റെ അളവ് കൂടുകയും ചെയ്യും. ബേസിക് ആയിട്ട് കോമൺ സെൻസ്. ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്ടന്റ് ആവുമല്ലോ. അപ്പൊ പ്രൊഡക്റ്റിന്റെ അളവ് കുറഞ്ഞിട്ട് റിയാക്ടന്റിന്റെ അളവ് കൂടുകയാണ് ബാക്ക്വേർഡിൽ നടക്കുന്നത്. ഇത് ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന കോമൺ സെൻസ് ആണ്. ഇനി ഞാൻ ചോദിക്കുകയാണെങ്കിൽ കേസ് 1 ഞാൻ ഒരു മാറ്റം വരുത്തി. എന്താണ് ഞാൻ ചെയ്യുന്ന മാറ്റം? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻക്രീസ്ഡ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഞാൻ അങ്ങോട്ട് കൂട്ടി. ഇതല്ലേ റിയാക്ടന്റ്, അയാളുടെ കോൺസെൻട്രേഷൻ ഞാൻ അങ്ങോട്ട് കൂട്ടി. അപ്പൊ സിസ്റ്റം എന്തിനു ശ്രമിക്കും? സിസ്റ്റം എനിക്ക് എപ്പോഴും ഓപ്പോസിറ്റ് ആണല്ലോ. സിസ്റ്റം ഞാൻ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഞാൻ കൂട്ടിയാൽ സിസ്റ്റം വിൽ ട്രൈ ടു ഡിക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയണമെങ്കിൽ ഇവിടെ ഉണ്ട്. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കും? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അങ്ങനെ ഫോർവേഡ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ മോർ എമൗണ്ട് ഓഫ് റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയി മാറിയിട്ട് അവിടെ റിയാക്ടന്റിന്റെ അളവാണ് കുറഞ്ഞോളും. അങ്ങനെ ഞാൻ ചെയ്ത ഒരു ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ സിസ്റ്റത്തിന് സാധിച്ചോളും. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ നടക്കും എന്നതാണ് ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് മനസ്സിലായത്. മക്കളെ, ഫോർവേഡ് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ നടന്നേ? റൈറ്റ്, ഈ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ടാണ് മാറിയത്. അപ്പൊ അതിനെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയും പറയാറുണ്ട്, റിയാക്ഷൻ വിൽ ഷിഫ്റ്റ് ടു ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലാണല്ലോ പ്രൊഡക്റ്റ്, അങ്ങോട്ടാണല്ലോ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ റിയാക്ഷൻ വിൽ ഷിഫ്റ്റ് ടു ലെഫ്റ്റ് സൈഡ്, റിയാക്ഷൻ വിൽ ഷിഫ്റ്റ് ടു റൈറ്റ് സൈഡ്. അങ്ങനെയാണ് ചില സമയത്തൊക്കെ എൻട്രൻസിന് ഓപ്ഷൻ കൊടുക്കാറുള്ളത്. ഈ ഫോർവേഡ് റിയാക്ഷൻ എന്ന് കാണിക്കാതെ റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള ഒരു സെൻസിൽ ചിലപ്പോൾ ആൻസർ കാണാറുണ്ട്. അപ്പൊ റിയാക്ഷൻ വിൽ ഷിഫ്റ്റ് ടു റൈറ്റ് സൈഡ്, ഫോർവേഡ് റിയാക്ഷൻ. നേരെ ഓപ്പോസിറ്റ് കേസ് വന്നു വിചാരിക്കും. കേസ് 2 കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിക്രീസ് ചെയ്തു. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കൂട്ടിയാൽ എന്ത് സംഭവിച്ചു എന്ന് നേരത്തെ കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾക്ക്. ഇത് നേരെ ബാക്ക്വേർഡ് എന്ന് പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതൊന്നും കാര്യമില്ലല്ലോ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിക്രീസ് ചെയ്തത് ആരാ? ഞാനാ. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? ഞാൻ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ചെയ്യും. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ത് ചെയ്യാൻ നോക്കും? കൂട്ടാൻ നോക്കും. അപ്പൊ നമ്മൾ നോക്കിക്കേ, എവിടെ എന്ത് നടന്നാലാ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കൂടുക? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കൂടണമെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. അപ്പൊ ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നു. അപ്പോ റിയാക്ഷൻ വിൽ ഷിഫ്റ്റ് ടു ലെഫ്റ്റ് സൈഡ്. ഇത് ലെഫ്റ്റിലോട്ടാണല്ലോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് റിയാക്ഷൻ നടന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യുമെന്നതാണ് ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. കേസ് 3
കേസ് 3 ഇപ്പൊ രണ്ടും റിയാക്ടന്റിന്റെ സെൻസിലാണ് പറഞ്ഞു. ഇനി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ത് സംഭവിക്കും? ആ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഞാൻ അങ്ങോട്ട് കൂട്ടി. ആരാ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂട്ടിയത്? ഞാനാണ്. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? സിസ്റ്റം എന്നെ ഓപ്പോസ് ചെയ്യാൻ നോക്കും. അപ്പൊ സിസ്റ്റം എന്തിനു ശ്രമിക്കും? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കുറക്കാൻ നോക്കും. ഇതേ നമ്മളിങ്ങനെ ആലോചിച്ച് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കുറയണമെങ്കിൽ ബാക്കിലോട്ട് നടക്കണം. അപ്പോഴാണല്ലോ ഇതേ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കുറയുന്നത്. അപ്പോഴാണല്ലോ പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആയി മാറുക. ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് ഏത് സൈഡാണെന്നുള്ളത് ഞാൻ ഇവിടെ പെട്ടെന്ന് എഴുതുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ്. സമയം കളയുന്നില്ല. കേസ് 4 നിങ്ങൾ ഞാൻ ഈ പറയുന്നത് സ്പീഡാക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചിന്ത സ്പീഡായി പോവാതിരിക്കട്ടെ. നിങ്ങൾ പതുക്കെ ചിന്തിച്ചാൽ മതി. ഡിക്രീസ് ചെയ്താൽ ഞാൻ കുറച്ചു, സിസ്റ്റം കൂട്ടും. സിസ്റ്റം കൂട്ടണമെങ്കിൽ പ്രൊഡക്റ്റ് കൂട്ടണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ നടക്കണം. ഫോർവേഡ് നടക്കുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അടുത്തതായി നമുക്ക് ടെമ്പറേച്ചറിന്റെ ടേമിൽ നോക്കാം. അപ്പൊ മക്കളെ നമുക്ക് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഇക്വിലിബ്രിയം ആണ് അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ലേക്കാറ്റിലെ പ്രിൻസിപ്പിൾ പ്രകാരം. രസകരമായിട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഫോർവേഡ് റിയാക്ഷനും ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. നമുക്ക് ഏതാ ഇഷ്ടം? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ നമുക്ക് ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ ഇതിപ്പോ കെമിസ്ട്രിയിൽ രണ്ടും ഒരേ സെൻസിലാണ്. പക്ഷെ ഒട്ടുമിക്ക ആളുകൾക്കും ഫോർവേഡിനോടൊരു എന്തോ ഇഷ്ടം. എന്തുകൊണ്ടാണെന്നൊന്നുമില്ല, അങ്ങനെ ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് ഞാൻ അടുത്ത ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫോർവേഡ് ഇഷ്ടമില്ലാത്തവരും ഒരു 5 മിനിറ്റിന് ഫോർവേഡിനെ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെമ്പറേച്ചറുമായിട്ടുള്ള ചർച്ച വളരെ സിമ്പിൾ ആയിട്ട് മുന്നോട്ടുണ്ടാകും. അപ്പൊ ഞാൻ ഇനി നിങ്ങളോട് ഇടക്കിടക്ക് ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിയാക്ഷൻ ഏതാണ്? അപ്പൊ നിങ്ങൾ പറയണം ഫോർവേഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത റിയാക്ഷൻ ഏതാണ്? ബാക്ക്വേർഡ് ആണ് എന്ന് നിങ്ങൾ പറയണം. അപ്പൊ ടെമ്പറേച്ചറിന്റെ അത് ബേസിക് ആയിട്ട് അവിടെ നിൽക്കട്ടെ. നമുക്ക് ടെമ്പറേച്ചറിന്റെ ചർച്ചകളിൽ ഈ കാര്യം വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ മക്കളെ ഞാനിതാ 2 ടൈപ്പ് റിയാക്ഷൻ ഇവിടെ എഴുതുന്നുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് റിയാക്ഷൻ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ. രണ്ടാമത്തെ ടൈപ്പ് റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. എൻഡോതെർമിക്. വാട്ട് ഈസ് എക്സോതെർമിക് ആൻഡ് വാട്ട് ഈസ് എൻഡോതെർമിക്? എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റിനെ പുറത്ത് വിടുന്ന ആളാണ് എക്സോതെർമിക്. അപ്പൊ നമ്മളാണ് റിയാക്ഷൻ എന്ന് വിചാരിക്കും, വെറുതെ വിചാരിക്കും നമ്മളാണ് ഒരു എക്സോതെർമിക് റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ ഹീറ്റിനെ പുറത്ത് വിടുന്ന ആളാണ്. അപ്പൊ നിങ്ങൾക്ക് ടെമ്പറേച്ചറിനെ ഇഷ്ടമാണോ? അല്ല, ഇഷ്ടമല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ പുറത്തേക്ക് വിട്ടത്. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. കേസ് 1 ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ്. എക്സോതെർമിക് റിയാക്ഷൻ ആണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. മക്കളെ നമ്മളാണ് എക്സോതെർമിക് റിയാക്ഷൻ. നമ്മൾ ആരാണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന് ഇഷ്ടമില്ലാത്ത ആളാണ്. ആ സ്ഥാനത്ത് വന്നിട്ടാണ് ടെമ്പറേച്ചർ വീണ്ടും കൂട്ടി തന്നത്. അപ്പൊ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ടെമ്പറേച്ചർ വീണ്ടും കൂട്ടി തന്നാൽ അയാൾക്ക് അത് കൂടുതൽ ഇഷ്ടമില്ലായ്മയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത റിയാക്ഷൻ, നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതാണ് റിയാക്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടമാണോ തോന്നിയത്? ഫോർവേഡ് നടത്തിക്കോ. നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയില്ലേ? ബാക്ക്വേർഡ് നടത്തിക്കോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വെറുപ്പാണ് തോന്നിയത്, കാര്യം എക്സോതെർമിക് ആണ്. ഓൾറെഡി ഹീറ്റിനെ പുറത്ത് വിട്ടിട്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുന്ന ആളെടുത്ത് ടെമ്പറേച്ചർ വീണ്ടും കൂട്ടി തരുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. therefore റിയാക്ഷൻ ഈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ടാണോ ലെഫ്റ്റിലോട്ടാണോ? ലെഫ്റ്റിലോട്ടാണ്. എല്ലാത്തിനും ഞാനത് എഴുതുന്നില്ല. കേസ് 2 വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, യുവർ ഫീലിംഗ്, അതാണ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ. കേസ് 2 ടെമ്പറേച്ചർ ഞാൻ ഡിക്രീസ് ചെയ്തു. ആരാണ് എക്സോതെർമിക് റിയാക്ഷൻ? നമ്മളാണ് എക്സോതെർമിക് റിയാക്ഷൻ. നമുക്ക് ഹീറ്റിനെ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് ടെമ്പറേച്ചർ കുറച്ച് തന്നു. നമുക്ക് ഇഷ്ടമില്ല, ഹീറ്റിനെ ഇഷ്ടമില്ല, അപ്പൊ ടെമ്പറേച്ചർ കുറച്ച് തന്നു. ഹീറ്റിനെ ഇഷ്ടമില്ലാത്ത നമുക്ക് ടെമ്പറേച്ചറിനെ കുറച്ച് തരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആ സന്തോഷം ഇഷ്ടമുള്ള റിയാക്ഷൻ ചെയ്യണം. ഏതാ? ഫോർവേഡ് റിയാക്ഷൻ. ഇഷ്ടമുള്ള കണ്ടീഷൻ വരുമ്പോൾ ഇഷ്ടമുള്ള റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ട് എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ പുറത്തേക്ക് വിടുന്നവൻ. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നവൻ. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹീറ്റിനോട് ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ടാണല്ലോ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഈ എൻഡോതെർമിക് റിയാക്ഷൻ, മക്കളെ നിങ്ങളാണ് എൻഡോതെർമിക് റിയാക്ഷൻ. നിങ്ങളാണ് എൻഡോതെർമിക് റിയാക്ഷൻ. നിങ്ങൾക്ക് ഹീറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ അതിന്റെ കേസ് എഴുതുന്നുണ്ട്. കേസ് 1 റിയാക്ഷൻ എൻഡോതെർമിക് ആണ്, നിങ്ങൾക്ക് ഹീറ്റിനെ ഇഷ്ടമാണ്. അപ്പോഴാണ് ടെമ്പറേച്ചർ വന്ന് ഞാൻ കൂട്ടി തന്നത്. ഹീറ്റിനെ ഇഷ്ടമുള്ള ഒരുത്തിന് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ സന്തോഷം വരും. കൂടുതൽ സന്തോഷം വന്നാൽ ചെയ്യേണ്ട റിയാക്ഷൻ ഏതാ? ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ. കേസ് 2 നിങ്ങൾ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, നിങ്ങൾക്ക് ഹീറ്റിനെ ഇഷ്ടമാണ്. അപ്പോഴാണ് ടെമ്പറേച്ചർ വന്നിട്ട് ഒരാൾ കുറച്ചു തന്നത്. നിങ്ങൾക്ക് ഹീറ്റിനെ ഇഷ്ടമുള്ള സമയത്ത് ടെമ്പറേച്ചർ കുറച്ചാൽ ഇഷ്ടപ്പെടില്ല. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത റിയാക്ഷൻ, ദാറ്റ് ഈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു വശങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ വളരെ സിമ്പിൾ സൈക്കോളജിയിലൂടെ
നമുക്ക് ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിളിൽ ടെമ്പറേച്ചറിന്റെ എഫക്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിവിടെ തീരുന്നു. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രഷറിന്റെ എഫക്ട്. ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിളിൽ മൂന്നാമത്തെ ആളാണ് പ്രഷർ. എഫക്ട് ഓഫ് പ്രഷർ ഓൺ ഇക്വിലിബ്രിയം. നന്നായി മനസ്സിലാക്കാൻ ഞാൻ ഈ പറയുന്ന വേയിലൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുകയും പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം നിങ്ങളോട് പഠിപ്പിക്കുകയാണ്. ഈ പഠിപ്പിക്കണമെന്ന് ചിലപ്പോൾ സത്യമായിരിക്കില്ല. കാര്യം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പവഴി ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കും റിയാക്ടന്റിന്റെ റിയാക്ഷൻ എന്ന് ഞാൻ പറയും. അപ്പൊ നിങ്ങൾ റിയാക്ടന്റിന്റെ റിയാക്ഷൻ എന്നതായിട്ട് ഫോർവേഡ് റിയാക്ഷനെയും പ്രൊഡക്റ്റിന്റെ റിയാക്ഷൻ എന്ന് ഞാൻ പറയും. പ്രൊഡക്റ്റിന്റെ റിയാക്ഷൻ ആയിട്ട് നിങ്ങൾ ബാക്ക്വേർഡ് റിയാക്ഷനെയും മനസ്സിൽ വിചാരിക്കണം. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കും റിയാക്ടന്റിന്റെ റിയാക്ഷൻ ആരാ? നിങ്ങൾ പറയണം ഫോർവേഡ് റിയാക്ഷനാണ്. പിന്നെ ഞാൻ ചോദിക്കും പ്രൊഡക്റ്റിന്റെ റിയാക്ഷൻ ആരാ? അപ്പൊ നിങ്ങൾ പറയണം ബാക്ക്വേർഡ് റിയാക്ഷൻ. ബേസിക് ആയിട്ട് അപ്പൊ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഡീലിംഗിൽ എത്തിയതിനു ശേഷം നമുക്ക് പ്രഷറിനെ കുറിച്ച് ചർച്ച ചെയ്യാം. മക്കളെ, പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം, പ്രഷർ എന്ന് പറഞ്ഞാൽ അമർത്തലാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, സോളിഡിനെയാണോ ലിക്വിഡിനെയാണോ? അപ്പോ ആ കാര്യത്തിൽ നമ്മൾ തമ്മിൽ ഒരു ഡീലിംഗിലെത്തി. ഇനി ഞാൻ ചോദിക്കുകയാണ്, പ്രഷർ എന്ന് പറഞ്ഞാൽ അമർത്തലാണല്ലോ പ്രഷർ. സോളിഡ് ലിക്വിഡ് ഗ്യാസ്, ഇതിൽ ആർക്കാണ് പ്രഷർ കൂടുതലായിട്ട് അപ്ലിക്കബിൾ ആവുക? നമുക്കൊരു സോളിഡിനെയാണോ ലിക്വിഡിനെയാണോ ഗ്യാസിനെയാണോ അമർത്തുക എന്ന് പറയുന്ന സംഭവം കൂടുതൽ എഫക്ട് ചെയ്യുന്നത്? ഗ്യാസിനെയാണ്. സോളിഡിനേക്കാളും ലിക്വിഡിനേക്കാളും ഗ്യാസിനെയാണ് പ്രഷർ കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷനിൽ എല്ലാ ആളുകളും നമ്മൾ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഒന്ന് എഴുതി വെക്കണം. സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഗ്യാസിനെ മാത്രമേ പ്രഷർ എഫക്ട് ചെയ്യുള്ളൂ. അതിന് രണ്ട് എക്സാമ്പിൾ ഞാനിവിടെ പിന്നെ എഴുതും. ഇപ്പൊ ഞാൻ അതിന്റെ കേസ് പറയാം. അപ്പൊ ആദ്യം മക്കളെ ഞാൻ നിങ്ങളോട് പറയാണ്. ഒന്നാമത്തെ കേസ് കണ്ടീഷൻ ഇതാണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ സൈഡിലാണ് ഗ്യാസിന്റെ എണ്ണം കൂടുതൽ. ആരെക്കാളും? പ്രൊഡക്റ്റ് സൈഡിലുള്ളതിനേക്കാളും. ഞാൻ ഇങ്ങനെ വായിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻ ഈ ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹേബർ പ്രോസസ്. N2+3H2 gives 2NH3. ശരിയല്ലേ? ഇയാള് ഗ്യാസ് ആണ്, ഇയാളോ ഗ്യാസ് ആണ്. അപ്പൊ അയാളും ഗ്യാസ് ആണ്. അപ്പൊ ടോട്ടൽ എത്രയായി? റിയാക്ടൻ സൈഡിൽ ഒരു നൈട്രജനും 3 ഹൈഡ്രജനും 4 ഗ്യാസ് ഉണ്ട്. പ്രൊഡക്റ്റ് സൈഡിൽ 2 ഗ്യാസേ ഉള്ളൂ. അപ്പൊ ഇത് റിയാക്ടൻ സൈഡിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ആണ് പ്രൊഡക്റ്റ് സൈഡിലുള്ളേക്കാളും കൂടുതൽ. ഇതാണ് കണ്ടീഷൻ നമ്പർ 1. ആ കണ്ടീഷനിൽ ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ, പ്രഷർ കൂട്ടിയാൽ എവിടെയാണോ ഗ്യാസ് കൂടുതലുള്ളത് അയാളുടെ റിയാക്ഷൻ നടക്കും. എങ്ങനെ? എവിടെയാണോ ഗ്യാസ് കൂടുതലുള്ളത് ഒന്ന് നോക്കിക്കേ. എവിടെ ഗ്യാസ് കൂടുതലുള്ളത്? റിയാക്ടൻ സൈഡിലാണ്. അയാളുടെ റിയാക്ഷൻ, റിയാക്ടന്റിന്റെ റിയാക്ഷൻ, ഞാൻ നേരത്തെ നിങ്ങളോടൊരു ഡീലിംഗിൽ എത്താൻ പറഞ്ഞിരുന്നു. റിയാക്ടന്റിന്റെ റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ. ദെൻ പ്രഷർ ഡിക്രീസ് ചെയ്തു, നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ കൂടുതൽ അളവുള്ള സൈഡിന്റെ റിയാക്ഷൻ നടക്കും. പ്രഷർ ഡിക്രീസ് ചെയ്താൽ നേരെ ഓപ്പോസിറ്റ് നടക്കും. അപ്പൊ അതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ബാക്ക്വേർഡ് റിയാക്ഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ കേസ് 2 നേരെ തിരിച്ചു. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ്. പ്രൊഡക്റ്റ് സൈഡിലാണ് റിയാക്ടന്റിനേക്കാളും എണ്ണം കൂടുതൽ. അതിന് മക്കളെ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. കാൽഷ്യം കാർബണേറ്റിന്റെ ഡിസോസിയേഷൻ, CaCO3യുടെ ഡിസോസിയേഷൻ. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാർബിള്, ചുണ്ണാമ്പ്, ഇതിന്റെ ഒക്കെ കെമിക്കൽ ഫോർമുലയാണ്. വെറുതെ ചൂടാക്കി കഴിഞ്ഞാൽ 2 സ്റ്റേറ്റിലേക്ക് ഇത് മാറും. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറും. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്ന് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് സോളിഡ്. കാൽഷ്യം കാർബണേറ്റ് ഈസ് സോളിഡ്. കാൽഷ്യം ഓക്സൈഡ് ഈസ് ഓൾസോ സോളിഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗ്യാസ്. അപ്പൊ എന്നോടത്തെ റിയാക്ടൻ സൈഡില് ഗ്യാസിന്റെ എണ്ണം എത്ര? റിയാക്ടൻ സൈഡിൽ ഗ്യാസിന്റെ എണ്ണം 0. ഗ്യാസ് ഇല്ല. പ്രൊഡക്റ്റ് സൈഡിലുള്ള ഗ്യാസിന്റെ എണ്ണം എത്ര? ഇയാള് മാത്രമേ ഗ്യാസ് ഉള്ളൂ, 1. അപ്പൊ ഇവിടെ 0, അവിടെ 1. അപ്പൊ എവിടെയാ കൂടുതൽ? പ്രൊഡക്റ്റ് സൈഡിലാ കൂടുതൽ. അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എവിടെയാണോ ഗ്യാസ് കൂടുതൽ അയാളുടെ റിയാക്ഷൻ നടക്കും. എവിടെയാ ഗ്യാസ് കൂടുതൽ? പ്രൊഡക്റ്റ് സൈഡിലാ ഗ്യാസ് കൂടുതൽ. പ്രൊഡക്റ്റ് സൈഡിലാണ് ഗ്യാസ് കൂടുതൽ. ഞാൻ പറഞ്ഞു പ്രൊഡക്റ്റ് സൈഡിലാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പ്രൊഡക്റ്റിന്റെ റിയാക്ഷൻ ഏതാണ്? പ്രൊഡക്റ്റിന്റെ റിയാക്ഷൻ ഏതാണ്? നമ്മൾ തമ്മിൽ ഡീലിംഗിൽ എത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. പ്രഷർ ഡിക്രീസ് ചെയ്താൽ നേരെ ഓപ്പോസിറ്റ് നടക്കും, ഫോർവേഡ് റിയാക്ഷൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് എഫക്ട് ഓഫ് പ്രഷർ ഓൺ ഇക്വിലിബ്രിയം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ലാസ്റ്റ് ടോപ്പിക്
ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ അവസാനം അറിയേണ്ട സാധനമാണ് അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ്. ഇനർട്ട് ഗ്യാസിന്റെ അഡീഷൻ വളരെ സിമ്പിൾ ആയിട്ട് കോൺസെൻട്രേഷനുമായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പബ്ലിക് എക്സാമിന് അതിനെക്കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ എൻട്രൻസിന് പലപ്പോഴൊക്കെ അത് ചോദിക്കാറുണ്ട്. അപ്പൊ ഇനർട്ട് ഗ്യാസിനെ കുറിച്ച് പച്ചക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ വിടുകയാണ് ഞാൻ നിങ്ങൾ പച്ചക്ക് ചിന്തിച്ചോളണം. ഇനർട്ട് ഗ്യാസിന്റെ അഡീഷൻ 2 കണ്ടീഷനിലാണ് ഇനർട്ട് ഗ്യാസിന്റെ അഡീഷൻ നടക്കുക. ഒന്നിരിക്കൽ കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കും. മക്കളെ, എങ്ങനെ നടന്നാലും കോൺസെൻട്രേഷനെ അഫക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ കോൺസെൻട്രേഷൻ ഇക്വേഷൻ നമുക്കറിയാലോ. കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു N/V, നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ വോളിയം. അപ്പൊ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നിരിക്കും നമ്പർ ഓഫ് മോൾ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്യണം. എന്നാൽ മാത്രമേ കോൺസെൻട്രേഷൻ ചേഞ്ച് ആവുള്ളൂ. നമ്പർ ഓഫ് മോൾ ഇവിടെ മാറാൻ പോണില്ല. അതായത് ഞാൻ ആഡ് ചെയ്യുന്നത് ഇനർട്ട് ഗ്യാസ് ആണ്. ഇനർട്ട് ഗ്യാസ് ഇപ്പൊ ഞാൻ പറയാണ്, ഈ ക്ലാസ് റൂമിൽ 10 ആൺകുട്ടികളുണ്ട്. ക്ലാസ് റൂമിലെ 10 ആൺകുട്ടികളുടെ എണ്ണം എത്ര? 10. N is equal to 10. ഞാൻ അതിലേക്ക് ഒരു 90 പെൺകുട്ടികളെ കയറ്റി. എന്നാലും ആൺകുട്ടികളുടെ എണ്ണത്തിൽ വല്ല മാറ്റമുണ്ടോ? ഇല്ല. അപ്പൊ ഞാനിവിടെ റിയാക്ഷൻ നടത്തുന്നു, അതിന്റെ ഇടയിൽ കൂടെ ഇനർട്ട് ഗ്യാസ് വന്നു എന്ന് കരുതി ഓൾറെഡി എന്റെ കയ്യിലുള്ള ആ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റിന്റെ അളവിൽ ഒരു മാറ്റവും സംഭവിക്കണില്ല. അപ്പൊ നമ്പർ ഓഫ് മോള് ഇനർട്ട് ഗ്യാസ് വന്നാലും പോയാലും ഓൾറെഡി അവിടെയുള്ള നമ്പർ ഓഫ് മോൾ അവിടെ ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോളിന്റെ കാര്യത്തിൽ പിന്നെ ഒരു മാറ്റമില്ല. അപ്പൊ പിന്നെ ഇവിടെ മാറാൻ ചാൻസ് ഉള്ളത് ആര് മാത്രമാണ്? വോളിയം മാത്രമാണ്. അപ്പൊ വോളിയത്തിൽ മാത്രമാണ് ഒരു ചേഞ്ച് ഉണ്ടാക്കിയിട്ട് അതിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിയ മക്കളെ, 2 കണ്ടീഷൻ, കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് വോളിയത്തിൽ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വോളിയത്തിനും അപ്പൊ എന്തില്ല? ചേഞ്ച് ഇല്ല. നമ്പർ ഓഫ് മോൾ ഓൾറെഡി എന്തില്ല? ചേഞ്ച് ഇല്ല. ഇപ്പൊ വോളിയത്തിനും ചേഞ്ച് ഇല്ല. അപ്പൊ ഇവിടെ എന്താണ്? കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ്. കാര്യം നമ്പർ ഓഫ് മോളും കോൺസ്റ്റന്റ് ആണ്, വോളിയം കോൺസ്റ്റന്റ് ആണ്. കോൺസെൻട്രേഷനിൽ മാറ്റമില്ല. കോൺസെൻട്രേഷനിൽ മാറ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ് ഹാസ് നോ എഫക്ട് ഓൺ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ ഒരു മാറ്റം വരുത്താൻ ഈ അഡീഷന് പറ്റൂല. അപ്പൊ അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം മൈൻഡ് ആക്കണ്ട. അവിടെ ഒരു എഫക്റ്റും ഇല്ല. ഇക്വിലിബ്രിയം പഴയ പോലെ പണ്ടെങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഉണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവില്ല. റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്നോ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്നോ അങ്ങനത്തെ ഒരു കമന്റും അവിടെ ഇല്ല. എന്നാൽ കോൺസ്റ്റന്റ് പ്രഷറിലാണ് ചെയ്യുന്നത് എങ്കിൽ നന്നായി കണ്ടോളൂ മക്കളെ. പ്രഷർ കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് വോളിയം ചേഞ്ച് ചെയ്യണമെന്നാൽ ഇനർട്ട് ഗ്യാസ് വരുന്നതിന് മുമ്പുള്ള പ്രഷർ എത്രയായിരുന്നു അത്ര തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇനർട്ട് ഗ്യാസ് വരുന്നതിനനുസരിച്ച് ആ ചാമ്പറിന്റെ വോളിയം കൂട്ടി കൊണ്ടുപോകണം. അപ്പോഴല്ലേ നമുക്ക് അതിന്റെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വോളിയം ചേഞ്ച് ആവണം, അങ്ങനെ അത് സംഭവിക്കുള്ളൂ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്നാൽ കോൺസ്റ്റന്റ് പ്രഷറിൽ ഞാൻ ഇനർട്ട് ഗ്യാസിനെ ആഡ് ചെയ്താൽ അയാളുടെ വോളിയം ഇൻക്രീസ് ആവും. വോളിയം ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഇവിടെ വോളിയം ഡിനോമിനേറ്ററിലാണ്. വോളിയം ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കും? ഡിക്രീസ് സംഭവിക്കും. കാര്യം വോളിയം കൂട്ടിയാൽ കോൺസെൻട്രേഷൻ കുറയും അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. അപ്പൊ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷന്റെ മുഴുവൻ ചർച്ചകളും നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു തീർന്നതാണ്. അപ്പൊ കോൺസെൻട്രേഷൻ കുറഞ്ഞാലുള്ള ചർച്ച എന്താണോ അതൊക്കെ തന്നെ ഇവിടെ നടക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസിലൊന്നും പഠിക്കാനല്ല, ഒരുപാട് ചിന്തിക്കാനാണ് NCERT ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പുതിയ വിവരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് എന്ന ടോപ്പിക് ഒരു പക്ഷേ പബ്ലിക് എക്സാമിന് അങ്ങനെ കൂടുതൽ ചോദിക്കാറില്ല, പലപ്പോഴും എൻട്രൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത്രയുമാണ് ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിളിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ടെമ്പറേച്ചറിന്റെ കാര്യത്തിലും പ്രഷറിന്റെ കാര്യത്തിലും ഞാൻ നിങ്ങളിലേക്ക് സെറ്റാക്കി തന്ന മൈൻഡ് പോലെ തന്നെ ഈ ക്ലാസ്സിനെ കേട്ടാൽ വളരെ നന്നായിട്ട് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കുകളും സജഷൻസും നിങ്ങൾക്കുള്ള ഡൗട്ടുകളും പേഴ്സണലായിട്ട് അറിയിക്കുകയോ കമന്റ് ആയിട്ട് ഇടുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.